ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ലോകത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തി എന്താണ്? ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ പ്രവൃത്തി ഒരു സംശയവുമില്ല, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ആ കുഞ്ഞിനെ ശ്രദ്ധാപൂർവ്വം വളർത്തി ഒരു കലാമോ ഒരു മഹാത്മജിയോ ഒരു മദർ തെരേസയോ ആക്കുന്ന ഒരു പ്രക്രിയ. ഞാൻ ഏറ്റവും കൂടിയ 3 പേരെ പറഞ്ഞതേ ഉള്ളൂ. അതിന് താഴോട്ട് നമ്മളെല്ലാവരും ഉണ്ട്. ഇവിടെയുള്ള അധ്യാപകരെല്ലാം മാതാപിതാക്കന്മാരുടെ ഒരു വർക്കാണ്. അവരുടെ മാസ്റ്റർ പീസ് മക്കളാണ്, യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെ മക്കൾക്ക് ചിറക് കൊടുത്ത് ആകാശത്തിലേക്ക് അവരെ പറത്തി വലിയ മേഖലകളിലേക്ക് ഉയർത്തി വിടാൻ മാതാപിതാക്കൾക്കാവും. മാതാപിതാക്കൾക്കേ പറ്റൂ. അതിന്റെ തൊട്ട് പിന്നിൽ നിന്ന് ടീച്ചേഴ്സിനും പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ മഹാപ്രതിഭാശാലികളാക്കേണ്ടത്? ഞാനിവിടെ പറയുന്നത്, എനിക്ക് 4 മക്കളുണ്ട്. അവരെ വളർത്താനായിട്ട് പരിശ്രമിക്കുന്ന, അതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതും ഇത്രയും നാളത്തെ ഒരു 35 years ആയി ഞാൻ ലൈഫ് സ്കിൽ ട്രെയിനറായിട്ട് എൻ്റെ വർക്ക് തുടങ്ങിയിട്ട്. അപ്പൊ ഈ 35 വർഷം കൊണ്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കിട്ടിയ ഒരു 12 പോയിന്റ്സ് വളരെ വേഗതയിൽ, അധികം വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്നാമത്, വിദ്യാഭ്യാസം എന്താണെന്ന് അറിയണം. മഹാത്മജി ഉള്ളിലുള്ള പ്രതിഭയെ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ഉള്ളിൽ യേശുദാസ് ആണെങ്കിൽ യേശുദാസ്, സച്ചിൻ തെണ്ടുൽക്കർ ആണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറിനെ. അതല്ലാതെ നമ്മൾ നേരത്തെ സ്വപ്നം കണ്ട് ഡോക്ടറാണെന്ന് ആലോചിച്ച് എഞ്ചിനീയർ ആലോചിച്ചല്ല. അവരുടെ ഉള്ളിൽ ഏതാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ക്രിക്കറ്റ് കളിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അവരുടെ ഉള്ളിലെ ഹീറോ എന്താണെന്ന് മനസ്സിലാക്കുക, അത് പുറത്തെടുക്കുക. അതാണ് പേരന്റിങ്. ആ കൂട്ടത്തിൽ 3 കാര്യങ്ങൾ ചെയ്യണം. ശരീരത്തിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, മനസ്സിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, ആത്മാവിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം. ഇതാണ് മാതാപിതാക്കന്മാരുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. കുട്ടിയുടെ ഉള്ളിൽ ഹീറോയെ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം, ഒരു സംശയവുമില്ല. ആ പ്രോസസ്സിൽ ശരീരത്തിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, മനസ്സിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, ആത്മാവിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം. നമ്മുടെ കുഞ്ഞിന് കലാമും മദർ തെരേസയും മഹാത്മാഗാന്ധിയും ആവാൻ പറ്റും, ഗോവിന്ദ ചാമി ആവാനും പറ്റും, ഒരു സംശയവുമില്ല. നമ്മൾ ശ്രദ്ധാപൂർവം നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് മഹാപ്രതിഭാശാലിയാകാൻ പറ്റും, യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ അതിന് വളരെ കാഷ്വലായിട്ട് പേരന്റിങ്ങിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം നമ്മുടെ മക്കൾക്ക്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിത വിജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലമുറകൾ നീണ്ടു നിൽക്കുന്ന നന്മ. മക്കൾ നന്നായി, അടുത്ത തലമുറയും നന്നായി, അപ്പം നമ്മൾ എന്തോ പറയും? കൊള്ളാം, വിജയിച്ചു. നേരെ മറിച്ച് മക്കൾ ഫുൾ ഫ്ലോപ്പായി, അപ്പനും അമ്മയും കൊള്ളാം, വലിയ ആളുകളെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി, സമൂഹത്തിൽ നല്ല പേര്, മക്കൾ കണ്ടുന്നുണ്ട് മഹാഫ്രോഡുകൾ. അവരുടെ മക്കളോ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കഥാപാത്രങ്ങൾ. പോയില്ലേ, വിജയിച്ചോ? ഒന്നാമത് വിദ്യാഭ്യാസം എന്താണെന്ന് അറിയുക. നമ്മുടെ മക്കൾക്ക് ചിറക് നൽകുന്നതാണ് വിദ്യാഭ്യാസം. മാതാപിതാക്കൾ അതറിയണം. വരികളുടെ ഇടയിലുള്ളത് വായിച്ച് വരികളുടെ ഇടയിലുള്ളത് കൂടെ കണ്ടെത്തി വരികളുടെ മുകളിലേക്ക് പറക്കാൻ ചിറക് നൽകുന്നതാണ് വിദ്യാഭ്യാസം. ഫസ്റ്റ് ആക്കുന്നതല്ല, ബെസ്റ്റ് ആക്കുന്നത്, ഒന്നാമനാക്കുന്നതല്ല, നന്നാക്കുന്നതാണ് വിദ്യാഭ്യാസം. കറക്റ്റായിട്ട് നമ്മളത് അറിയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, നല്ല ഒരു ശരീരത്തിൽ നല്ല ഒരു മനസ്സുണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം. അപ്പം ശരീരം, എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം വായന മനസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഒരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കണം. എല്ലാം A+ ആണെന്നുണ്ടെങ്കിലും, വളരെ വലിയ അച്ചീവർ ആണെന്നുണ്ടെങ്കിലും, ഒരു മനുഷ്യ പറ്റില്ലെങ്കിൽ, അപ്പനും അമ്മയും വയ്യാതെ കിടക്കുമ്പം എനിക്ക് വരാൻ പറ്റില്ല എന്ന് കാനഡയിൽ നിന്ന് വിളിച്ചു പറയുന്ന കുഞ്ഞാണെങ്കിൽ പോയില്ലേ? അവന് മേ ബി ഒരു മാസം 10 ലക്ഷം രൂപ സാലറി ഉണ്ടായിരിക്കാം. പക്ഷേ അച്ഛനെ വയ്യാതായി മരിക്കുന്നതിന് മുമ്പ് മകനെ കാണണം. അവൻ പറയുവാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വരാൻ പറ്റൂല. ഒരു നല്ല മനുഷ്യനാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് സ്വാമി വിവേകാനന്ദൻ. വീണ്ടും ഡോക്ടർ കോത്താരി, അധ്യാപകന്റെ വ്യക്തിത്വം വിദ്യാർത്ഥിയിലേക്ക് പകരപ്പെടുന്നതാണ് വിദ്യാഭ്യാസം. പേരൻസ് ആലോചിക്കുമ്പോൾ എന്താണ് പേരന്റിങ്? പേരൻസിന്റെ സന്തുലിതമായ വ്യക്തിത്വം മക്കളിലേക്ക് പകരപ്പെടുന്നതാണ് പേരന്റിങ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം വിദ്യാഭ്യാസം എന്താണ്. ഉള്ളിലെ ഹീറോയെ പുറത്തെടുക്കുന്നതാണ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ബെസ്റ്റ് പുറത്തെടുക്കുന്നതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കുഞ്ഞുങ്ങൾ നന്നാവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അപ്പനും അമ്മയും നന്നാവുക. കാരണം കുഞ്ഞുങ്ങൾ കണ്ടാണ് പഠിക്കുന്നത്. കരിക്കട്ട തീക്കട്ടയാവാൻ വല്ലതും ചെയ്യണോ? തീക്കട്ടയുടെ ഇടയ്ക്ക് പോയി ഇരിക്കണം. ഇരുമ്പ് കാന്തമാകാൻ വല്ലതും ചെയ്യണോ?
കാന്തത്തിന്റെ അടുത്ത് പോയി ഒട്ടിയിരിക്കണം. നമ്മുടെ മക്കൾ നന്നാവാൻ എന്തോ ചെയ്യണം? സന്തുലിതമായ വ്യക്തിത്വമുള്ള അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ ശരീരത്തിന്റെ ചൂടിനോടൊപ്പം നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി അവരിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മക്കൾ നന്നാവാൻ വേറെ ഒരു സൂത്രവാക്യം ലോകത്തിലില്ല. നമ്മൾ നന്നായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, 4 തരം പേരൻറ്റിങ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന്, പെർമിസീവ്, എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കും, വളരെ മോശം പേരൻറ്റിങ് ആണ്. 2, അതോറിറ്റേറിയൻ, അതായത് വലിയൊരു ബോസിനെ പോലെ കുട്ടികൾക്ക് എപ്പോഴും ശാസനയും വഴക്കും ഒക്കെ കൊടുത്ത് അവരെ നിലയ്ക്ക് നിർത്തുന്ന പേരൻസ്, വെരി ബാഡ്, മോശമാണ്. കുട്ടികൾ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടു പോകും. മൂന്നാമത്തത് നെഗ്ലെക്ട്ഫുൾ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നേ ഇല്ല, അവർക്ക് വേണ്ടി എന്തുണ്ടാക്കുക? പൈസ ഉണ്ടാക്കുന്ന പേരൻറ്റിങ് ആണ് നെഗ്ലെക്ട്ഫുൾ. കൊച്ചു ഏത് ക്ലാസ്സിലാണെന്ന് അറിയത്തില്ല, ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല, ഏത് ഡിവിഷനിലാണെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു പേരൻറ്റിങ് മൂന്നാമത്തെ. ഇത് 3 മോശം പേരൻറ്റിങ്. 4ാമത്തെ പേരൻറ്റിങ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്, ആധികാരികമായ രക്ഷാകർതൃത്വം. അതായത് കുട്ടികളോട് കൂട്ടുകൂടും, മിണ്ടും, കളിക്കും, ചിരിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ നോ പറയേണ്ട ഇപ്പോൾ അന്തസ്സായിട്ട് എന്തു പറയും? നോയും പറയും. ആധികാരികമായ രക്ഷാകർതൃത്വം. നമ്മൾ ആധികാരികമായ രക്ഷാകർതൃത്വം ഉള്ള ആളുകളാവണം. അതാണ് മൂന്നാമത്തത്. 4ാമത്തെ കാര്യം, കുട്ടികളുടെ ബുദ്ധി ബഹുമുഖ ബുദ്ധിയാണ്. മറക്കരുത്, നമ്മളൊക്കെ പണ്ട് ഏതെങ്കിലും ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിച്ച് ജനറലായിട്ടുള്ള ഒരു ജോലിക്ക് കയറി അതിലിരുന്ന് മൂത്ത് പഴുത്ത് ഭാഗമായി റിട്ടയർ ചെയ്ത് പെൻഷൻ പറ്റിപ്പോകുന്ന ഒരു കാലം നമ്മുടെ കാലം. പക്ഷെ ഇന്നത്തെ കാലം വളരെ വ്യത്യസ്തമാണ്. അതായത് കുട്ടിയുടെ ഉള്ളിലെ ടാലൻ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിൽ അവൻ ഷാർപ്പാക്കി ആകാശത്തോളം വളരുന്ന ഒരു കാലമാണ് ഇനിയുള്ള കാലം, ബഹുമുഖ ബുദ്ധിയുടെ കാലം. ഇത് പറഞ്ഞത് ഹോവാർഡ് ഗാർഡിനർ ആണ്. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളല്ല. കുട്ടിക്ക് ഒരു ബുദ്ധി അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എമേഴ്സൺ എന്ന അമേരിക്കൻ ഫിലോസഫറും അത് തന്നെയാണ് പറയുന്നത്. എ സ്പാർക്ക് ഓഫ് ഗോഡ് ഈസ് ഇൻസൈഡ് എ ചൈൽഡ്. ദൈവത്തിൻ്റെ ഒരു സ്പാർക്ക് അകത്തുണ്ട്, അത് പുറത്തെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ വായിച്ചു ഹോവാർഡ് ഗാർഡിനറിനെ പറ്റി. അതുകൊണ്ട് കുട്ടി ഏതിലാണ് മിടുക്കൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷ്മമായി നിരീക്ഷിക്കണം. കുക്കിങ്ങിനാണ് കുട്ടി ഏറ്റവും ഫ്രണ്ടിലെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ആണ് എന്ത് ചെയ്യേണ്ടത്? അവൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. അവൻ ഭാവിയിൽ എന്താണ്? പാരഗൺ പോലുള്ള ഒരു ഹോട്ടൽ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മളത് ശ്രദ്ധിച്ചൊന്ന് കൾട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ, നിങ്ങൾക്കറിയാമോ എത്ര ദൂരെ നിന്നാണ് ആളുകൾ പാരഗണിൽ കഴിക്കാൻ വരുന്നത്? ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് പോയപ്പം അവിടുത്തെ പാരഗണിൽ പോയി അവിടുത്തെ അപ്പവും മീൻകറിയും കഴിച്ചു. മനഃപൂർവ്വം ശ്രദ്ധാപൂർവ്വം പാരഗണിൽ പോയി കഴിച്ചു. കാരണം എന്താ വെച്ചാൽ അന്ന് തിരുവനന്തപുരത്ത് പാരഗണില്ല. അതിന് കാരണം ഇതാണ്. കാരണം ഒരാൾക്ക് അതിലാണ് ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ആകാശം വരെ അവൻ എന്ത് ചെയ്യും? ഉയരും. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമ്മുടെ തന്നെ ബന്ധത്തിലുള്ള ചില കുട്ടികളെ മാതാപിതാക്കന്മാർ ഒത്തിരി കാശ് ചെലവാക്കി സയൻറ്റിസ്റ്റ് ആവാനും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ എന്ത് ചെയ്തു? കാനഡയിലും അമേരിക്കയിലും അതുപോലുള്ള വിദൂര രാജ്യങ്ങൾ കൊറിയയിലും ഒക്കെ വിട്ടു. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ 5-6 സപ്ലി അടിച്ചിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോരും. കാരണം അവർക്ക് ഇഷ്ടം തോന്നുന്നതാണ് ചെയ്യേണ്ടത്. ഇഷ്ടത്തോടെ എന്തും ചെയ്താൽ കഷ്ടപ്പാട് മാറും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 5ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളിൽ വൈകാരിക ബുദ്ധി ഡെവലപ്പ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരപ്പൻ ഒരു വലിയ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് IT കമ്പനിയിലേക്ക് ചെയ്യാനായി രാത്രി മുഴുവൻ ഇരുന്ന് ഒരുങ്ങി അതിരാവിലെ നല്ല ടിപ്പായിട്ട് ഡ്രസ്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ കൈ തട്ടി കാപ്പി ദേഹത്തെല്ലാം വീണ് ആകെ എന്തായി? ബോറായി, കുളമായി. ഉടനെ ദേഷ്യപ്പെട്ടു കൊച്ചിനോട്. കൊച്ച് കരഞ്ഞു. അപ്പോൾ കാപ്പി അടുത്ത് കൊണ്ടുവച്ച വൈഫിനോട് ദേഷ്യപ്പെട്ടു. വൈഫും കരഞ്ഞു. ആകെ അങ്ങ് അലങ്കോലമായി രാവിലത്തെ ചിട്ടകൾ. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഫ് കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൊതി കെട്ടി നേരത്തെ ജോലിക്ക് പോകണം പുള്ളിക്കാരിക്ക്. കൊച്ചാണെങ്കിൽ യൂണിഫോം മാറാതെ അവിടെ പോയി കിടന്ന് കരയും. അവസാനം ഈ അപ്പൻ ചെന്ന് പാമ്പർ ചെയ്ത് യൂണിഫോം മാറ്റിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് സ്കൂൾ ബസ് പോയി. അപ്പം പിന്നെ പുള്ളി തന്നെ കൊണ്ടാക്കണം. വളരെ വേഗതയിൽ കാർ ഓടിച്ചു പോയപ്പം പോലീസ് പിടിച്ച് ഫൈൻ അടിച്ചു, 2 വഴക്കും പറഞ്ഞു. സ്കൂളിലോട്ട് കൊണ്ടിറക്കിയപ്പോൾ കൊച്ചു മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ നടന്നു പോയി. സാധാരണ ഒരു ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുത്ത് പുഞ്ചിരിയോടെ ടാറ്റയൊക്കെ പറയുന്ന കുട്ടിയാണ്, പക്ഷെ ദേഷ്യത്തോടു കൂടെ പോയി. പുള്ളി വേഗത്തിൽ കാർ ഓടിച്ച് പുള്ളിയുടെ ഓഫീസിൽ ചെന്ന് അതിൻ്റെ പാർക്കിംഗ് സ്പേസിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കാറിൻ്റെ പുറയിലെ ഡോറ് തുറന്നപ്പോൾ എന്തെടുത്തിട്ടില്ല? ലാപ്ടോപ്പ് എടുത്തിട്ടില്ല. എല്ലാം ആര് കുളമാക്കി? ഈ കൊച്ചു കുളമാക്കി. വല്ല കാര്യം ഉണ്ടായിരുന്നോ കാപ്പി തട്ടിയിടാൻ? ശരിയാണോ?
നേരെ മറിച്ച് പ്രിയപ്പെട്ടവരെ, കാപ്പി ഇങ്ങനെ തട്ടി അങ്ങോട്ട് ഇട്ടപ്പം വേറെ ഷർട്ട് തേച്ച തലമാരയിൽ ഇരിപ്പുണ്ട്. ഈ അപ്പൻ പറയുവാണ്, ആഹാ മിടുമിടുക്കി, എൻ്റെ വെള്ള ഷർട്ട് നീ ഒരു ഡിസൈൻ ഷർട്ടാക്കിയല്ലോ പൊന്നു പോണേ എന്ന് പറഞ്ഞ് ചിരിക്കുമ്പം കൊച്ചു സോറി പപ്പ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഒരു ഉമ്മ കൊടുക്കുന്നു. അമ്മയാണെ മാറി എന്ന് പറയുവാണ് 1000-1 ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. വൈകാരിക ബുദ്ധി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാരിക ബുദ്ധി ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു സാധനം പറയുക, ഇന്ന് എനിക്ക് പൊറോട്ടയും ബീഫും വേണം, വാങ്ങിച്ചു കൊടുക്കരുത്, അടുത്ത ദിവസം വാങ്ങിച്ചു കൊടുത്താൽ മതി. ഡിലേ ചെയ്യണം. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള കഴിവ് സന്തുലിതമായ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവാണ്. ഇപ്പം ഈ പെട്ടെന്ന് പ്രേമം നിരസിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ആക്രമിക്കുന്നു. അതൊക്കെ എന്താ വരുന്നതെന്നറിയാമോ? കുട്ടികൾക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ല. സ്വിച്ച് ഇട്ട പോലെ എല്ലാം എന്ത് ചെയ്യണം? കിട്ടണം. ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ആവശ്യം. അതുകൊണ്ട് കുട്ടികളിൽ വൈകാരിക ബുദ്ധി വികസിപ്പിക്കണം. ശ്രദ്ധിക്കണം, വായിക്കണം. ഡാനിയൽ ഗോൾഡ്മാൻ എന്ന് പറഞ്ഞ വലിയ സൈക്കോളജിസ്റ്റിനെ പറ്റി നിങ്ങൾ വായിക്കാനായിട്ട് പരിശ്രമിക്കാം. 6-മത്തത്, കൂടുതൽ മക്കളെ സ്വീകരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 പോരാ, 2 പോരാ, 3 പോരാ, ഒരു 4 or 5 ഒക്കെ ഉണ്ടെങ്കിൽ എന്തായി? അടിപൊളിയായി. കാരണം എന്താണെന്നറിയാമോ? പറ്റുമെങ്കിൽ ഒരു കുഞ്ഞിനെ കൂടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ ജീവിതത്തിൻ്റെ നൈപുണികൾ, സോഫ്റ്റ് സ്കിൽസ്, വാല്യൂസ്, പങ്കുവെക്കുന്നത്, ക്ഷമിക്കുന്നത്, പിണങ്ങി കൂട്ടുകൂടുന്നത് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ പഠിക്കും. അവർക്ക് കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കളിക്കാൻ വീട്ടിൽ തന്നെ ഒരു ടീമുണ്ട്. 2-3 പിള്ളേരും അപ്പനും കൂടെ അങ്ങ് ഇറങ്ങിയാൽ 4 പേർക്ക് ഷട്ടിൽ കളിക്കാമല്ലോ. നിങ്ങൾ ഒരു കോമഡി ആയിട്ടൊക്കെ ഇത് തോന്നും, പക്ഷേ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം, ഇന്ത്യയും ചൈനയും മാത്രം അഫക്റ്റഡ് ആയില്ല. എന്താ കാര്യം? മൻമോഹൻ സിംഗ് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞു, താങ്ക്സ് ടു അവർ പോപ്പുലേഷൻ നമുക്ക് എന്തില്ല? സാമ്പത്തിക മാന്ദ്യമില്ല. എന്തുൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ഇവിടെ തന്നെ ആളുണ്ട്. ഇപ്പോൾ അമേരിക്കയെ ട്രംപ് ഭീഷണിപ്പെടുത്തുക, ഇന്ത്യ ഒന്നും തകരത്തില്ല. കാരണം നമുക്ക് 145 കോടി ആളുകൾ കിടക്കുകയല്ലേ. നമുക്കിവിടെ തന്നെ കൺസ്യൂം ചെയ്യാൻ പറ്റും. ഒന്നും കടലിൽ കൊണ്ട് കളയാൻ പറ്റത്തില്ല. അമേരിക്കക്ക് അങ്ങനല്ല. അവർക്ക് കൂടുതൽ ഗോതമ്പുണ്ടായപ്പം തിന്നാൻ ആരും ഇല്ലാത്തതുകൊണ്ട്, വാങ്ങാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ അവസാനം കടലിൽ കൊണ്ട് നിക്ഷേപിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് മക്കളെ സ്വീകരിക്കുക. അറ്റ്ലീസ്റ്റ് അടുത്ത തലമുറയ്ക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം, 1ഉം 2ഉം പോരാ, ഒരു 3ഓ 4ഓ വേണമെന്ന്. പറ്റുമെങ്കിൽ കൂടുതൽ മക്കളെ സ്വീകരിക്കാനായിട്ട് ഒരു കുഞ്ഞിനെയും കൂടെ സ്വീകരിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. മൂത്ത ആള് കല്യാണമൊക്കെ കഴിച്ച് അയർലൻഡിൽ PhD ചെയ്യുന്നു. ഇളയാള് MSc കഴിഞ്ഞ് ഒരു PG കൂടെ ജർമ്മനിയിൽ ചെയ്യുവാണ്. അവർക്ക് 2 വർഷം മുമ്പ് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി. കൊച്ചു കുഞ്ഞ് വളരെ സന്തോഷമായിട്ട് അവർ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പനും അമ്മയ്ക്കും ഒരു പണിയില്ലായിരുന്നു കുഞ്ഞ് ജനിച്ച കാലഘട്ടങ്ങളിൽ. കാരണം ചേച്ചിമാർ 2 പേരും കൂടെ പൊന്നുപോലെ എന്ത് ചെയ്തു? നോക്കിക്കൊണ്ട് പോയി. ഓക്കെ, അപ്പം 7-മത്തെ പോയിന്റ്, വീട് ഒരു കലാലയമാക്കി മാറ്റണം. മൊത്തം പരിപാടി ആരെ ഏൽപ്പിക്കരുത്? സെൻറ്റ് ജോൺസിനെ ഏൽപ്പിക്കരുത്. കാരണം ഇവിടെ ഒരു ടീച്ചർ 40 കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. വീട്ടിലോ 2 ടീച്ചേഴ്സ് 1 കുട്ടിയെ, അപ്പനും അമ്മയും 1 കുട്ടി. ഏതാ കൂടുതൽ ഇഫക്റ്റീവ്? അപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ 4 ടീച്ചേഴ്സും 1 കുട്ടി. തിരക്കുള്ള 2 ടീച്ചേഴ്സ്, തിരക്കില്ലാത്ത 2 ടീച്ചേഴ്സ്, അപ്പനും അമ്മൂമ്മയും. പെട്ടെന്ന് ദേഷ്യം വരുന്ന 2 ടീച്ചേഴ്സ്, ദേഷ്യമൊന്നും ഇല്ലാത്ത 2 ടീച്ചേഴ്സ്, നമ്മുടെ അപ്പനും അമ്മയും. അപ്പനും അമ്മൂമ്മയും കൂടെ നിർത്തിയാൽ മക്കൾ നന്നാവും കേട്ടോ, ഉറപ്പാണ്. അതുകൊണ്ട് വീടിനെ ഒരു കലാലയമാക്കി മാറ്റുക. 8-മത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതൊരു ടീം വർക്കാണ്. നിങ്ങളുടെ മക്കൾ സൂപ്പർ ആവുന്നത് ഒരു ടീം വർക്ക് കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്കൂളിലെ പ്രധാനപ്പെട്ട പരിപാടികൾക്കൊക്കെ വരണം. ക്ലാസ് ടീച്ചറിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കണം. അച്ഛനെ ഇടയ്ക്ക് വന്ന് സന്ദർശിക്കണം. നമ്മുടെ കുഞ്ഞ് വീട്ടിൽ വന്ന് പറയുന്നതെല്ലാം വിശ്വസിക്കരുത്. കാരണം അവൻ്റെ സേഫ് സോണിൽ നിന്നേ പലപ്പോഴും എന്ത് ചെയ്യൂ? സംസാരിക്കുക. എപ്പോഴും വന്ന് കള്ളം പറയുമെന്നല്ല ഞാൻ പറയുന്നത്. അവൻ്റെ സേഫ് സോൺ വെച്ച്, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഗെയിംസ് ദാറ്റ് പീപ്പിൾ പ്ലേ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, എറിക് ബേണിൻ്റെ. എന്തുമാത്രം ഗെയിംസാണ് ആളുകൾ അവരവരുടെ സംഭാഷണങ്ങളിൽ ചെയ്യുന്നതെന്ന്. അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളുമായിട്ട് നല്ല ബന്ധം പുലർത്തണം. എപ്പോഴും വരണം. ക്ലാസ് ടീച്ചറിനെ വന്ന് കാണണം, പ്രിൻസിപ്പലിനെ വന്ന് കാണണം, മറ്റ് ടീച്ചേഴ്സിനെ എല്ലാം വന്ന് കാണണം. എന്നിട്ട് അവർക്ക് ഫ്രീഡം കൊടുക്കണം. നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ഒരു പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തോ പറ്റും? ടീച്ചേഴ്സിന് സ്വാതന്ത്ര്യം കുറഞ്ഞു. നമ്മുടെ കുഞ്ഞിൻ്റെ ഉള്ളിനകത്ത് മോശം സാധനങ്ങൾ ചെത്തിക്കളയണോ വേണ്ടേ? വേണം. അതിനവർക്ക് എന്ത് കൊടുക്കണം? സ്വാതന്ത്ര്യം കൊടുക്കണം.
എല്ലാം സ്നേഹത്തിലൂടെ മാത്രം പറ്റത്തില്ല. ഒരിക്കലും ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോവുകയാണെ, ആദ്യമായിട്ട് നേരെ പോയി എവിടെ ഇരുന്നു? ടീച്ചറിൻ്റെ മടിയിലോട്ട് കയറിയിരുന്നു. ആദ്യത്തെ ദിവസമാണ് കേട്ടോ. ടീച്ചർ പക്ഷേ സ്നേഹമായിട്ട് സ്വീകരിച്ചു. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞു, എല്ലാവരും ഓരോ ടോയ്സ് എടുത്തോളാൻ പറഞ്ഞു. മടിയിൽ നീ കൊച്ചു കുഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് 3 ടെഡി ബെയർ എടുത്തുകൊണ്ട് ടീച്ചറിൻ്റെ മടി വന്നിരുന്നു. ടീച്ചർ ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഈ പേരൻറ്റ് വീണ്ടും സ്കൂളിലോട്ട് ചെന്നു. നോക്കിയപ്പോൾ എന്താണ്? കൊച്ചനങ്ങാതെ കുട്ടി ഇരിക്കേണ്ട കസേരയിൽ ഇരിപ്പുണ്ട്, കയ്യിൽ ഒരു ടെഡി ബെയറും ഉണ്ട്. എന്താ സംഭവിച്ചെന്നറിയാം? ആദ്യത്തെ ദിവസം ടീച്ചർ ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസം നേരെ എങ്ങോട്ട് വരുക? ടീച്ചറിൻ്റെ മടിയിലോട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അവിടെ അവിടെ അങ്ങോട്ടിരുന്നോളൂ. എല്ലാവരും ഓരോ ടെഡി ബെയർ എടുത്തുകൊണ്ടിപ്പോൾ ഇന്നലെ 3 എടുത്ത ആൾ ഇന്ന് 4 എണ്ണം പാരി പിടിച്ചിട്ടുണ്ട്. 1. ടീച്ചറിൻ്റെ കണ്ണൊക്കെ ഉരുട്ടി, ശബ്ദമൊക്കെ ഇത്തിരി സ്ട്രോങ് ആയി. 1 മതി. ടീച്ചേഴ്സിന് സ്വാതന്ത്ര്യം കൊടുക്കണം. നിങ്ങളുടെ കുട്ടികളോട് ദേഷ്യപ്പെടാറില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ടീച്ചറും എന്ത് ചെയ്യേണ്ടി വരും? ദേഷ്യപ്പെടേണ്ടി വരും. കുട്ടികളെ നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? ചിലപ്പോൾ കണ്ണുരുട്ടണം, സ്നേഹിക്കേണ്ടപ്പോൾ സ്നേഹിക്കണം, വഴക്ക് പറയേണ്ടപ്പോൾ വഴക്ക് പറയണം, പേരൻറ്റിനെ വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറയുമ്പോഴൊക്കെ പേരൻറ്റിനെ ബുദ്ധിമുട്ടിക്കാനൊന്നും അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സീരിയസ് ആണ്. ഇത് പരിപാടി സീരിയസ് ആണ്. ഇത് എന്തോ ആട്ടെ, എവിടെ പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെങ്ങാനും മെനക്കെടണോ? നമ്മുടെ ടീച്ചർ വിടാതെ നമ്മളെ പിന്തുടരുന്നെങ്കിൽ ഉറപ്പ് ആ ടീച്ചർ കൊള്ളാം. നമ്മുടെ ടീച്ചർ ഷീ ഡസന്റ് കെയർ. മാർക്ക് കിട്ടിയോ കിട്ടായിരിക്കും, കൊച്ചു വരിയോ വരാതിരിക്കും, ഒരു വിഷയമില്ല ടീച്ചറിന്. വെരി ബാഡ് ടീച്ചർ, ഒരു സംശയമില്ല അതിന്. അതുകൊണ്ട് ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ച് നമ്മളെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശത്രുവിനെ പോലെ കരുതരുത് ടീച്ചറിനെ മിത്രത്തെ പോലെ കരുതി. എന്താ ടീച്ചർ പ്രശ്നം? എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? ഞാനും കൂടെ എഫേർട്ട് എടുത്തോളാം കേട്ടോ. എന്നിട്ട് അവസാനം പറയണം, ടീച്ചറെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ അവനുണ്ട്, അവന് സമയം കൊടുക്കണേ, സ്നേഹിച്ച് അവനെ മാറ്റാവേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചറിനോട് പറയാം. പക്ഷെ ടീച്ചറിനെ നമ്മുടെ ഫ്രണ്ടാക്കി മാറ്റണം. ടീച്ചറിനെ ശത്രുവായിട്ട് ആരും കരുതരുത്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ള 8ാമത്തെ പോയിന്റ്. സ്കൂളുമായിട്ടും ടീച്ചറുമായിട്ടും നല്ല ബന്ധം വേണം. കാരണം ഒരു ടീം വർക്കാണ് നമ്മുടെ കുഞ്ഞ് ഒരു ജീനിയസ് ആയിട്ട് മാറുന്നത്. 9ാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സ്പിരിച്വൽ പവർ കേട്ടോ. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാനും ആത്മീയമായ വായനകൾ, ചാരിറ്റി പരിപാടികൾ, ഇതിലൊക്കെ അവരെ ഇൻവോൾവ് ആക്കണം. മഹാത്മജി, പ്രാർത്ഥന എൻ്റെ ശ്വാസം. ദൈവവിചാരം മുഖ്യ വിചാരമാക്കുന്ന മക്കള് എല്ലാ സാഹചര്യത്തിലും അവർ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് തെറ്റിനെ ഉപേക്ഷിക്കാനുള്ള ഹൈ പ്രോബബിലിറ്റിയാണ്. കാരണം ഒരു ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രദർഹുഡ് ഓഫ് മാൻകൈൻഡ്, ദൈവം എന്ന് പറയുന്നൊരു അപ്പൻ മോനിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ കുട്ടിക്ക് എന്താകും? വിവേകത്തോടെ പെരുമാറാൻ സഹായിക്കില്ലേ? എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, മുറിയിൽ ജോജു നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പോലും ഷർട്ടും മുണ്ടും കൊടുത്തോണ്ടേ നടക്കാമെന്ന്. കാരണം യു ആർ നോട്ട് എലോൺ ദെയർ. അവിടെയും ഒരു ദൈവിക ചൈതന്യം ഉണ്ട് നിന്റെ മുറിയിൽ. നീ ഒറ്റയ്ക്കാവുന്ന ആരുമില്ല. എൻ്റെ മുറിയിൽ കഥ അടച്ചിരിക്കുക, അപ്പോൾ എനിക്ക് എന്തും ധരിക്കാമെന്ന് വിചാരിക്കരുത്. മുറിയിലായിരിക്കുമ്പോഴും മുണ്ട് ഉടുപ്പ് ഇട്ടേക്കണമെന്ന് എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സിറ്റുവേഷൻ അനുസരിച്ച് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മക്കളാകട്ടെ. പ്രേയർ ഈസ് പവർ. മോർ പ്രേയർ ഈസ് മോർ പവർ ആൻഡ് നോ പ്രേയർ ഈസ് നോ പവർ. പ്രാർത്ഥനയില്ലേ ശക്തിയില്ല. പ്രാർത്ഥനയില്ലേ യാതൊരു ശക്തിയില്ല. ഞാൻ മാർട്ടിൻ ലൂതർ കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. കഴിഞ്ഞ 2.5 വർഷമായി മുഴുവൻ പ്രാർത്ഥനയിലൂടെയാണ് മുന്നോട്ട് നീക്കുന്നത്. അപകടങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയും ഒത്തിരി നന്മകൾ ഉണ്ടാകുകയും ചെയ്യുന്നതിൻ്റെ എല്ലാം അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ്. ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്പിരിച്വൽ പവർ നമുക്കുണ്ടാവണം. എങ്കിലേ കരിക്കട്ട തീക്കട്ടയാവും. അത് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി 10ാമത്തെ കാര്യം, വ്യത്യാസങ്ങളെ സൗന്ദര്യമായി കാണാൻ കുട്ടികളെ ഇപ്പോഴേ പരിശീലിപ്പിക്കണം. നമ്മുടെ നാട് നല്ലൊരു രാജ്യമാണ്. ഈ നാടിന് 2 പോസിബിലിറ്റി. ഒന്നുകിൽ എന്ത് ചെയ്യും? വികസിച്ച് ലോകത്തിലെ ബെസ്റ്റ് പവറായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മുടെ വ്യത്യാസങ്ങളെ ആളുകൾ കൂടുതൽ ചിന്തിച്ച് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി എന്ത് ചെയ്യും? തീരും നമ്മുടെ നാട്. 2 പോസിബിലിറ്റിയാണ്. ഒന്നുകിൽ വ്യത്യാസങ്ങളുള്ള ആളുകളെയും അതിനെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിച്ച് വ്യത്യാസങ്ങളെ ഒരു വെറൈറ്റിയായി, ഒരു സൗന്ദര്യമായി കാണാൻ പരിശ്രമിക്കണം. വ്യത്യാസങ്ങളെ വൈവിധ്യങ്ങളായിട്ട് കണ്ട് കലഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നാട് നശിക്കും. അതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ
വിത്തുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പാകണം. എല്ലാവരോടും മിങ്കിൾ ചെയ്യാനായിട്ടൊക്കെ അവരെ പഠിപ്പിക്കണം. മദർ തെരേസ, പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ. ദലൈ ലാമ, വേൾഡ് പീസ് ബിഗിൻസ് വിത്ത് ഇന്നർ പീസ്. നമ്മളൊരു ഇന്നർ പീസ് നമ്മുടെ പിള്ളേർക്ക് നിക്ഷേപിച്ചു കൊടുക്കണം. 11ാമത്തെ പോയിന്റ് ഇവിടെ സൂചിപ്പിച്ചു ഓൾറെഡി. കുട്ടികളുടെ ആവശ്യങ്ങൾ അറിയണം. കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണ്? അവർക്ക് ഹഗ് വേണം, മാതാപിതാക്കന്മാരുടെ ഹഗ്, നല്ല വാക്ക് വേണം. എന്തിന് കൊള്ളാമെന്ന ചോദ്യം വേണ്ട, എന്തിനും കൊള്ളാമെന്ന് ചൊല്ലിടണം, താരതമ്യം വേണ്ട, ഭയപ്പെടുത്തേണ്ട, കൊള്ളാം 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 എന്നു മാത്രം ചൊല്ലിടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 23 ക്രോമസോം, ഹസ്ബൻഡിന് 23 ക്രോമസോം, ഈ രണ്ടുപേരും വീട്ടിലൊരുക്കിയ സാഹചര്യം അതാണ് എന്ത്? നമ്മുടെ കുഞ്ഞ് നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയൊന്നും ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളെ തന്നെ മോശക്കാരാക്കരുത്. നമ്മുടെ ഹസ്ബൻഡിന്റെ 21, 22, 46 ക്രോമസോമും പിന്നെ നമ്മൾ കൊടുത്ത എൻവയൺമെന്റുമാണ് എന്ത്? കുഞ്ഞ്. അതുകൊണ്ട് എന്ത് പറയണം? നീ ദൈവത്തിന്റെ കുഞ്ഞാ. നീ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് എന്ത് വന്നത്? സന്തോഷം വന്നത്. നീ നന്നാവും, നീ നന്നായി വരും. കാരണം നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കുട്ടികൾക്ക് സമയം കൊടുക്കണം. അവരുടെ കൂടെ നടക്കാൻ പോകണം, അവരുടെ കൂടെ കളിക്കണം, ചിരിക്കണം. എന്നാൽ ചില അസർട്ടീവ് ആവേണ്ട സമയത്ത് നോ പറയേണ്ട സമയത്ത് നോയും പറയണം. കാരണം 1000 എസ് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വേണം ഒരു നോ പറയാൻ. നോ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് നോ പറയണം. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ, 12ാമത്തെ ലാസ്റ്റ് പോയിന്റ്, ഒരു പേരൻ്റ് എപ്പോഴും ഒരു ഫ്രണ്ട് ആയിരിക്കണം. ഒന്നാമത് ഫ്രണ്ട്ഷിപ്പാണ് കുട്ടികളോട്. ഇവിടെ സൂചിപ്പിച്ചു 15 വയസ്സ് കഴിഞ്ഞാൽ, 17 വയസ്സൊക്കെ കഴിഞ്ഞാൽ കുട്ടികളോട് എന്താണ്? ഫ്രണ്ട്ഷിപ്പാണ്. ആദ്യത്തെ 5 വയസ്സ് വരെ അവരെ രാജാവിനെ പോലെ, പിന്നെ 15 വയസ്സ് വരെ അടിമയെ പോലെ ഡിസിപ്ലിൻ പഠിപ്പിക്കണം. 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രണ്ടാണ്. അവരോട് എന്ത് ചെയ്യണം? കൂടുതൽ വർത്താനം പറയണം, ഫ്രണ്ടായിരിക്കണം. എന്നാൽ ഒരു ഫിലോസഫറും കൂടെ ആയിരിക്കണം. ശരി തെറ്റുകൾ പറഞ്ഞു കൊടുക്കണം. ഓരോ കാര്യങ്ങളെപ്പറ്റിയും കാര്യകാരണ സഹിതം അനലൈസ് ചെയ്യുവാനും വിലയിരുത്തുവാനും നമ്മൾ അവർക്ക് ഊർജം കൊടുക്കണം. ഫ്രണ്ടായിരിക്കണം, ഫിലോസഫർ ആയിരിക്കണം. നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു നല്ല ഗൈഡുമായിരിക്കണം. ഒരു ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡായി നമുക്ക് മാറാൻ പറ്റിയാൽ നമ്മുടെ മക്കളെ ആകാശത്തിലേക്ക് പറത്തിവിടാം. വരികളിലുള്ളത് വായിച്ച് വരികളുടെ ഇടയിലുള്ളത് കൂടെ കണ്ടെത്തി അവർ ചിറക് വിരിച്ച് ആകാശത്തിലേക്ക് പറക്കും. അതിന് നമുക്കെല്ലാവർക്കും ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നല്ല മനോഹരമായ സമയങ്ങൾ ആശംസിച്ചുകൊണ്ട് വളരെ സന്തുലിതമായ ക്രിയാത്മകമായ പേരൻറ്റിങ്ങിൻ്റെ ആ ഒരു മഹാദൗത്യം, ലോകത്തിലെ ഏറ്റവും വലിയ വർക്ക്, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അതിന് ചിറക് നൽകി ആകാശത്തോട്ട് പറത്തുവിടുന്ന ആ പരിപാടി നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ, പ്രാർത്ഥനകൾ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.